അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ ഫൗറഖ് തങ്ങൾ രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് അവരുടെ ശിഷ്യനായിരുന്ന അബാ അലിയുദ്ദഖാഖ് രോഗസന്ദർശനത്തിന് വേണ്ടി ഉസ്താദിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ഈ സംഭവം ബഹുമാനപ്പെട്ട കുശൈരി ഇമാമ് തന്റെ റിസാലത്തുൽ കുശൈരിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ബഹുമാനപ്പെട്ടവർ അബൂബക്കറുൽ ഫൗറഖ് തങ്ങളെ സന്ദർശിക്കാൻ ചെന്ന സമയത്ത് അബൂബക്കർ ഇബ്നുൽ ഫൗറഖ് തങ്ങൾ കരയുകയാണ്. ശിഷ്യൻ ചോദിച്ചു, ഉസ്താദേ, അങ്ങ് എന്തിനാണ് കരയുന്നത്? അങ്ങ് കരയേണ്ടതില്ലല്ലോ, അള്ളാഹു അങ്ങയുടെ രോഗം ശിഫയാക്കുമല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ ഫൗറഖ് തങ്ങൾ തന്റെ ശിഷ്യനോട് പറയുന്നു, തറാനീ അഖാഫു മിനൽ മൗതി, നീ വിചാരിക്കുന്നത് ഞാൻ മരണത്തെ ഓർത്ത് കരയുന്നു എന്നാണ്. എങ്കിൽ ഞാൻ കരയുന്നതോ ഇന്നമാ അഖാഫു മിമ്മാ വറാഅൽ മൗത്ത്, മരണത്തിന്റെ ശേഷമുള്ള എൻ്റെ ജീവിതമുണ്ടല്ലോ, മരണത്തിന്റെ ശേഷം എന്തായിരിക്കും എൻ്റെ ജീവിതം എന്നതിനെ ഓർത്തിയിട്ടാണ് ഞാൻ കരയുന്നത്. സുബ്ഹാനല്ലാഹ്, മഹത്തുക്കൾ അവർ മരണത്തെ കുറിച്ചുള്ള ഓർമ്മകളെ അവർ ദിവസവും പുതുക്കി കൊണ്ടുവന്നതുകൊണ്ടാണ് അവരുടെ മരണം നല്ല രൂപത്തിലായിപ്പോയത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർ ജീവിച്ചതുപോലെ ജീവിച്ച് മരണപ്പെടാൻ നമുക്കും തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.